പി വി അൻവറിനെതിരെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന ഇറക്കി. അത് എന്താണ്? പി വി അൻവർ അച്ചടക്കം പാലിക്കണമെന്ന തരത്തിലായിരുന്നു. പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും പൊതുജന മധ്യത്തിൽ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നിർത്തണമെന്നായിരുന്നു. പാർട്ടിയെയും നേതാക്കളെയും ആക്രമിക്കാൻ പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കുന്ന തരത്തിലാണ് പി വി അൻവറിൻ്റെ ഇടപെടലുകൾ എന്നൊക്കെയായിരുന്നു ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അപേക്ഷാരൂപത്തിലുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം. എന്നാൽ അത് അഭ്യർത്ഥനയല്ല, ഒരു ആജ്ഞ തന്നെയായിരുന്നുവെന്ന് പി വി അൻവർ ഇതിനോടകം മനസ്സിലാക്കിയിരിക്കണം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച ഈ പ്രസ്താവന പല നേതാക്കളും അവരവരുടെ മുഖപുസ്തകത്തിൽ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്ത് ഇത് പി വി അൻവർ അച്ചടക്കം പാലിക്കണം എന്ന തരത്തിൽ അവരും പ്രചരിപ്പിച്ചു. അതിൻ്റെ താഴെയൊക്കെ സി പി എം സഖാക്കൾ തന്നെ, അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ അണികൾ തന്നെ വന്ന നേതാക്കളുടെ മുഖമടച്ച് ആക്ഷേപിക്കുകയാണ്. പി വി അൻവറിനൊപ്പമാണ് സംസ്ഥാനത്തെ സി പി എം അണികളിൽ ഭൂരിഭാഗവും എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ കമൻറ്റുകളും ഇടപെടലുകളുമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം MLA ആയ യു പ്രതിഭ, അവരുടെ പ്രസ്താവന വളരെ ശക്തമല്ലേ? ഈ പി വി അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ അവരൊരു പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. വീണ്ടും അവരോട് ചോദിച്ചു, ഇപ്പോഴും പിന്തുണ നൽകുന്നുണ്ടോ? സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇങ്ങനെ പറഞ്ഞല്ലോ, താങ്കളും അൻവറിനെ തള്ളി പറയുന്നുണ്ടോ? അപ്പോൾ യു പ്രതിഭ പറഞ്ഞത് എന്താണ്? താൻ പി വി അൻവറിന് നൽകിയത് ആജീവനാന്ത പിന്തുണയാണ്. അത് വലിയ വാക്കാണ്, ആജീവനാന്ത പിന്തുണയാണ്. പി വി അൻവർ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. പോലീസിൽ എന്തെങ്കിലും പുഴുക്കുത്തുണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. തനിക്ക് സെക്രട്ടേറിയറ്റിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ അങ്ങനെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും പി വി അൻവർ പറയുന്നത് പോലെ പല ആളുകൾക്കും ദുരനുഭവം ഉണ്ടായിട്ടുള്ളതായി അറിയാം. ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയാണ് അന്വേഷണം നടത്തേണ്ടത് എന്നൊക്കെ യു പ്രതിഭ ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. യു പ്രതിഭ പാർട്ടിയിലെ വനിതാ നേതാക്കളിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി കൂടിയാണ്. പാർട്ടി സഖാക്കളായ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിക്കുന്ന പാർട്ടി സഖാക്കൾ, യു പ്രതിഭ, അതുപോലെ തന്നെ പി വി അൻവറിൻ്റെ തന്നെ FB പോസ്റ്റ്. പി വി അൻവറിൻ്റെ FB പോസ്റ്റ് എന്താണ്? അദ്ദേഹം ആദ്യം ചെയ്തത് പിണറായിക്കൊപ്പം നിൽക്കുന്ന പടമായിരുന്നു. ആദ്യം അദ്ദേഹത്തിൻ്റെ മുഖപുസ്തകത്തിൻ്റെ കവർ പേജ് ആ ഫോട്ടോ മാറ്റി, പിന്നെ സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയാക്കി. അതിൽ നിന്ന് തന്നെ പിണറായിയെ കടക്ക് പുറത്തുനിന്ന് പി വി അൻവർ പറഞ്ഞു എന്ന തരത്തിലൊക്കെയാണ് ചില മാധ്യമങ്ങൾ തലക്കെട്ടൊക്കെ നിശ്ചയിച്ച് വച്ചിരിക്കുന്നതും കൊടുത്തതുമൊക്കെ. അങ്ങനെ പി വി അൻവർ പിണറായി വിജയനെ പടിയടച്ച് പുറത്താക്കിയ ശേഷം അദ്ദേഹം ഒരു കുറിപ്പെഴുതി, പ്രിയപ്പെട്ട സഖാക്കളെ, ഞാനിങ്ങനെ പരസ്യ പ്രസ്താവനയൊക്കെ നടത്തിയതിൽ നിങ്ങൾ ഒരുപാട് പിന്തുണ നൽകിയിരുന്നു. പോലീസുകാർക്കിടയിലെ പുഴുക്കുത്തുകൾക്കെതിരെയാണ് ഞാൻ പ്രതികരിച്ചത്. അതിനുവേണ്ടി ഒരുപാട് സ്വന്തം വഴിവെട്ടി ഒരുപാട് മുന്നോട്ട് പോകേണ്ടി വന്നു. ഒരുപാട് ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടി വന്നു. ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഞാൻ ഇത്രയും വിവരങ്ങൾ ശേഖരിച്ച് വെച്ച് ആഞ്ഞടിച്ചത്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പരാതി എഴുതി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ ഞാൻ എഴുതി നൽകിയിട്ടുണ്ട്. ഈ പാർട്ടിയിൽ നിന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ പാർട്ടി അണികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതിൽ എന്തെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ബോധപൂർവം ഞാൻ മാപ്പ് ചോദിക്കുന്നുവെന്ന് പി വി അൻവർ അദ്ദേഹത്തിൻ്റെ മുഖപുസ്തകത്തിൽ എഴുതി. ഏതായാലും പി വി അൻവറിന് പിന്തുണ അണികൾ നൽകുന്നുണ്ട്, പാർട്ടിക്ക് അകത്തുനിന്ന് ലഭിക്കുന്നുണ്ട്. എന്നാൽ ചെറിയാൻ ഫിലിപ്പ് ഒരു കാര്യം പറയുന്നു. ചെറിയാൻ ഫിലിപ്പ് പറയുന്നു, പി വി അൻവറിനെ നിലം പരിശാക്കി, പി വി അൻവറിനെ ഭീഷണിപ്പെടുത്തി പുറത്താക്കി എന്നാണ് പറയുന്നത് സി പി എം പറയുന്നത് പോലെ പി വി അൻവർ എന്ത് ചെയ്തു? പി വി അൻവർ ഈ മാപ്പ് പറച്ചിലൂടെ അല്ലെങ്കിൽ FB പോസ്റ്റിലൂടെ ഇനി പരസ്യ പ്രസ്താവന ഇല്ലെന്ന് പ്രഖ്യാപിച്ചതിലൂടെ പി വി അൻവറിന് ഒരു കാര്യം വ്യക്തമായെന്നും ചെറിയാൻ ഫിലിപ്പ് സൂചിപ്പിക്കുന്നുണ്ട്. അത് വളരെ വ്യക്തമാണ്. പാർട്ടി ജയിലാണ് സർക്കാർ ജയിലിനേക്കാൾ സുരക്ഷിതം അല്ലെങ്കിൽ നല്ലത് എന്ന് പി വി അൻവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ്. അത് ഒരു വലിയ മുനവച്ച വാക്കാണ് ചെറിയാൻ ഫിലിപ്പ് സൂചിപ്പിച്ചത്. കാരണം പി വി അൻവറിനെതിരെ ശക്തമായ സർക്കാർ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും പി വി അൻവറിനെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശാസിച്ചു. ഇനി പരസ്യ പ്രസ്താവന പാടില്ല എന്ന തരത്തിൽ വിലക്കി. അത് പി വി അൻവർ ശിരസാവഹിച്ചു. എന്നാൽ അണികൾ ഇപ്പോഴും പി വി അൻവറിനൊപ്പമാണ്. നേതാക്കളിൽ ചിലരെങ്കിലും പി വി അൻവറിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ പൊതുസമൂഹവും പി വി അൻവറിൻ്റെ ഈ മാപ്പ് പറച്ചിൽ ഒക്കെ കാണുന്നത് പി വി അൻവറിന് എന്തോ വലിയ ദുരന്തം വരാൻ പോകുന്നു, അതിൻ്റെ മുന്നറിയിപ്പ് കൂടിയാണ് ഈ പാർട്ടി നൽകിയിരിക്കുന്നത് എന്നുകൂടിയാണ്. പി വി അൻവറിൻ്റെ പിൻവാങ്ങൽ കൊണ്ട് മാത്രം ആരോപണങ്ങളും അതിന്മേലുള്ള അന്വേഷണങ്ങളും അവസാനിക്കുന്നില്ല. അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞതുപോലെ വസ്തുത എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.